ഗുമസ്തന്റെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് വിജയേട്ടൻ ഒരു കോളേജിൽ വിസിറ്റ് ചെയ്ത സമയത്ത് അവിടുത്തെ ഒരു പ്രിൻസിപ്പളായിട്ട് ഒരു മോശം അനുഭവം നേരിട്ടുണ്ടായിരുന്നു. അത് ചോദിക്കാൻ പറ്റിയില്ല, പക്ഷെ നമ്മൾ ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം വന്നിരുന്നു നമുക്കൊക്കെ. എന്താണെന്ന് വിശദീകരിക്കാൻ വന്നത് പറ്റിയത്? സത്യം പറഞ്ഞാൽ വിശദീകരിക്കേണ്ടത് തന്നെയാണ്. കാരണം അത് എപ്പോഴും ഇവിടെ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ള എന്താണ്, എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് വരും, നമ്മളത് അതിനെപ്പറ്റി പറയും. കുറെ ആളുകൾ ആ പുള്ളിയുടെ വീട്ടുകാരടക്കം തെറി പറയും, കുറെ ഇത് പറയും. പിന്നെ അതിന്റെ പുറകിൽ വേറെ രണ്ട് അഭിപ്രായങ്ങൾ വരും. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാർക്കറ്റിംഗ് രീതിയിൽ എടുക്കാനായിരുന്നെങ്കിൽ ഗുമസ്തന് അധികം വലിയ മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല. സത്യസന്ധമായിട്ട് വിഷമം ഉണ്ടായ സംഭവം തന്നെയാണ്. പക്ഷെ അത് റിവീൽ ചെയ്യാനും അദ്ദേഹത്തിന് അങ്ങനെ ആക്കണ്ടെന്ന് തന്നെ വിചാരിച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അത് പറയുന്നില്ല. അതൊരു ചെറിയൊരു ഇൻസിഡന്റ് ആയിട്ട് ഞങ്ങളത് വിട്ടുകളയുന്നു. ഒരു കലാകാരന്മാരെ സംബന്ധിച്ച് അത് ചെയ്യേണ്ട ഒരു കാര്യമില്ലേ? അങ്ങനെയാണ്. പക്ഷെ അതൊന്നും ചിലതൊന്നും തിരുത്താൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. നമ്മളത് വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല. സത്യമായിട്ട് വേദനിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച്, ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്നത് വിഷമിച്ചാണ്. പക്ഷെ അത് ഒരാളിലേക്ക് വരുമ്പോൾ അയാളുടെ ഫാമിലിയും അയാളുടെ മക്കളും എല്ലാം വരുന്നതാണ്. നമ്മൾ ഇങ്ങനെ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് കുറെ ചീത്തകളൊക്കെ മേടിച്ചൊന്നും കാര്യമില്ല. അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് അത് വലിയ കത്തിക്കാൻ കേട്ടോ. എന്നെ ഒരുപാട് ചാനലിൽ നിന്ന് വിളിച്ചു, ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷെ ഞങ്ങൾ മനഃപൂർവ്വം കത്തിക്കാനാണ്. അത് ഞങ്ങൾക്ക് നല്ലതായിട്ടേ വരുള്ളൂ. കാരണം എന്തിനാണ് അത് എനിക്ക് മനസ്സിലായി. ഇനി വരാൻ പോകുന്ന കലാകാരന്മാര് അല്ലെ, അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. ഒരു എല്ലാം തുടക്കം ഉണ്ടാവുന്നത് നമ്മൾ വിദ്യാലയങ്ങളിൽ നിന്നാണ്. ചോദിച്ചത് ആ സ്ഥലത്ത് നിന്നാണ് ഇത്തരം നേരിടേണ്ടി വന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അദ്ദേഹം അത് തിരുത്തിയിട്ടുണ്ടാവണം. കാരണം കുട്ടികൾ തന്നെ തിരുത്തി തോന്നുന്നു. സത്യമായിട്ട് അത് വഷളാക്കണ്ട, അത് അതുകൊണ്ട് പറയേണ്ടത് തന്നെ വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ അന്നേ അത് കുത്തിപ്പോക്കിയാണ്. ഈസി ആയിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളുടെ പടം എല്ലാവരും അന്ന് ഒരുപാട് പേര് പറയാൻ ശ്രമിച്ചതാണ്. അപ്പൊ വിപിൻ തന്നെയാണ് തീരുമാനം എടുത്തത് പുറത്തു വിടണ്ട. കാരണം ഞാൻ എല്ലാ സിനിമകൾക്കും ഞാൻ കോളേജ് പ്രൊമോഷൻ പോകണം. എത്രയോ കോളേജുകളിൽ പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അതിന്റെ സംഭവം ഉണ്ടായത്. പക്ഷെ അത് അതായിട്ട് കഴിഞ്ഞു. താങ്ക് യു. ആ ചോദ്യം ചോദിച്ചതിന് വളരെ സന്തോഷം. സ്ക്രിപ്റ്റ് കേട്ടത് മുതൽ പ്രൊഡ്യൂസറെ കണ്ടെത്തിയത്, ഡയറക്ടറെ കണ്ടെത്തിയത്, ഇങ്ങനൊരു കഥാപാത്രത്തിന് വേണ്ടി അല്ലെങ്കിൽ ഞാനായിട്ട് എന്റെ ഇത്ര നേരം ഉണ്ടായിരുന്ന ഇമേജ് മാറ്റിയെടുക്കാനുള്ള ആ ഒരു വെയിറ്റിംഗ് ആയിരുന്നു ഈ ഗുമസ്തന് വേണ്ടി. ഇമേജ് മാറ്റിയെടുക്കുക അങ്ങനെ അത്ര വലിയ ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കുഞ്ഞിലെ തൊട്ടുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു നല്ല നടനാണ് എന്ന്, അല്ലെങ്കിൽ ഒരു നടനായി അറിയപ്പെടണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഡ്രീം. അതിനൊരു അവസരം ആദ്യമായിട്ട് എനിക്ക് സുഗീതാണ് തരുന്നത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് നരേൻ്റെ കൂടെയാണ്. അങ്ങനെ നമ്മളൊരു സിനിമ ജീവിതം തുടങ്ങി. ഇപ്പോൾ നമ്മളെല്ലാവരും എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് നല്ലൊരു കഥാപാത്രം, അല്ലെങ്കിൽ ആളുകൾക്ക് തിരിച്ചറിയപ്പെടുന്ന ഒരു കഥാപാത്രം ചെയ്യണം എന്നുള്ളത്. ചെറുതാണെങ്കിലും ഇപ്പോൾ ലൂസിഫറിനാണെങ്കിലും ഷൈലോക്കിലാണെങ്കിലും, അല്ലെങ്കിൽ 2018 5-ാം പാദം ഒരുപാട് ശ്രദ്ധിക്കുന്ന കഥാപാത്രം ദൈവം സഹായിച്ചെങ്കിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു ത്രൂ ഔട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ പടം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ ഓർത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രം ചെയ്യണം എന്നുള്ളത് ഏത് നടന്നെയും ഒരു ആഗ്രഹമായിരിക്കും. അതുപോലെ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. ആഗ്രഹിച്ച പോലത്തെ ഒരു കഥ കിട്ടിയപ്പോൾ അതെങ്ങനെയെങ്കിലും ദൈവമേ നടത്തി തരണേ എന്ന ആഗ്രഹത്തോടെ അതിനുവേണ്ടി കഠിനമായി ശ്രമിച്ചു. എല്ലാവരും എൻ്റെ കൂടെ നിന്നതുകൊണ്ട് നിങ്ങൾ സിനിമ ഉണ്ടായി. അതാണ് ഒരു കാര്യം പറയണത്, സത്യം പറഞ്ഞാൽ ജെയ്സ് ഇപ്പൊ ആദ്യമായിട്ട് ഒരു കഥ കേട്ടിട്ട് ജെയ്സ് ആദ്യമായിട്ട് ഒരു പ്രൊഡക്ഷൻ സെറ്റ് ചെയ്ത് ഉണ്ടാക്കി അങ്ങനെ നമുക്ക് മനസ്സിലാവും. ജെയ്സിന് അറിയാവുന്ന കാര്യം പറയട്ടെ, ജെയ്സ് ആദ്യമായിട്ട് ജെയ്സിന് വേണ്ടി ഇതിന് ചെയ്യും. ജെയ്സിന് എഫേർട്സ് എടുത്തുണ്ടാക്കിയ അമ്മാരി പ്രൊജക്ട്സ് മലയാളത്തിലുണ്ട്. അത് നമ്മൾ പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ആദ്യമായിട്ടാണ് ജെയ്സ് സ്വന്തമായിട്ടുള്ള കാര്യം തുടങ്ങിയത്. അത്ര മാത്രമേ ഉള്ളൂ. കാരണം പലപ്പോഴും സംഭവിക്കുന്നത് വേറെ ആരും അമൽ ഉൾപ്പെടെയുള്ള ആൾക്കാരെ നമ്മൾ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഈ സിനിമയുടെ 1-2 സ്റ്റേജ് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ജെയ്സ് അല്ലായിരുന്നെങ്കിൽ ജെയ്സിനെ മാറ്റിയിട്ട് മറ്റു പല കാര്യങ്ങളാണെങ്കിൽ ഇതിലും പെട്ടെന്ന് ഈ പ്രൊജക്ട് നടക്കാനുള്ള സിറ്റുവേഷൻ ഈ പ്രൊജക്ട് പോകുകയാണ്. പക്ഷെ ഇവരവിടെ ഭയങ്കരമായിട്ടൊരു സ്റ്റാൻഡുണ്ട്. ഈ സിനിമ ചെയ്തില്ലല്ലോ, ചെയ്യുവാണെങ്കിൽ ഈ ക്യാരക്ടർ ജെയ്സ് ചെയ്യും. അതിനവർക്കൊരു കൈയടി കിട്ടും. അതുകൊണ്ട് ജെയ്സ് എടുത്ത് ഒരുപാട് എഫേർട്സ് ഉണ്ട്. അത് മറ്റു പലരും പിന്നെ മാറിപ്പോയതാണ്. അതവിടെ നിൽക്കും, ഇന്നത് പറയണ്ട.